പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പൊതുവേദിയിൽ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ച അസാധാരണ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊലപാതകത്തിന് കൂട്ടുനിൽക്കൽ, വ്യാജ അറസ്റ്റ്, അനധികൃത സ്വത്ത് സമ്പാദനം, സോളാർ കേസ് അട്ടിമറിക്കൽ, സ്വർണ്ണക്കടത്തിലെ പങ്ക് തുടങ്ങി സംസ്ഥാനത്തൊരു IPS ഉദ്യോഗസ്ഥൻ ഇതുവരെ നേരിടാത്ത ആരോപണങ്ങളിലാണ് അന്വേഷണം വരുന്നത്. സർക്കാരിന്റെ ഇഷ്ടക്കാരനും അടുപ്പക്കാരനുമായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനാകാത്ത സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പാർട്ടി ഇനി എന്ത് നടപടിയെടുക്കും എന്ന ചോദ്യമുണ്ട്. ഭരണപക്ഷത്ത് നിന്ന് PV അൻവർ MLA തുടങ്ങിവെച്ച വിവാദ കൊടുങ്കാറ്റിൽ ഇളകാൻ പോകുന്നത് ആരുടെയൊക്കെ പദവികളാണ്? ആർക്കുവേണ്ടി, ആരെ ലക്ഷ്യമിട്ടാണ് അൻവറിന്റെ ഈ ആഭ്യന്തര യുദ്ധം? ഈ വൈകുന്നേരം ന്യൂസ് ഈവനിങ്ങിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുസ്ലിം ലീഗിലെ ശ്രീ ഷാഫി ചാലിയം, ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NP ചേക്കുട്ടി എന്നിവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ഷാഫി ചാലിയം, വളരെ ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണ് സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനും ADGPയുമായ MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണങ്ങളിലൊക്കെ തന്നെ അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള, അതായത് DGP റാങ്കിലുള്ള ഒരു അന്വേഷണം DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ADGP അജിത് കുമാറിനെ തന്നെ അദ്ദേഹം വേദിയിലിരിക്കുന്ന ഒരു പൊതുചടങ്ങിൽ വെച്ചാണ്. ഈ വിഷയത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആത്മാർത്ഥതയോടുകൂടി ഉള്ളതാണെന്ന് താങ്കൾ കരുതുന്നില്ലേ? ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നതുകൊണ്ട് അത് ഒരു ആഭ്യന്തര, അതായത് ഇനിയിപ്പോൾ P ശശിയിലേക്കും അങ്ങനെ തുടങ്ങി ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് PV അൻവർ കടന്നു എന്ന് താങ്കൾ വിലയിരുത്തുമോ? അല്ല, മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. സത്യത്തിൽ ഇന്നലെ തന്നെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നതാണത്. അതായത് സത്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേട്ടത്? നമ്മുടെ സ്റ്റേറ്റ് ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്, അതൊരു പോലീസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ആരോപണങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഹൈക്കോടതി പോലും സ്വമേധയാ കേസെടുക്കേണ്ടതായിരുന്നു ഇന്നലെ, അതല്ലെങ്കിൽ ഇന്ന്. ഹൈക്കോടതി പോലും നോക്കിയിരിക്കുകയാണ്. കാരണം സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് മേധാവിക്കെതിരെ എത്ര ഗൗരവകരമായ ആരോപണമാണ് ഉയർന്നു വന്നത്, അതും ഒരു ഭരണകക്ഷി MLA. മാത്രമല്ല, ഭരണകക്ഷി MLA ADGPക്കും അതുപോലെ തന്നെ മുൻ മലപ്പുറം SP, ഇപ്പോഴത്തെ പത്തനംതിട്ട SP ആയ സുജിത് ദാസിനും നേരെ നടത്തിയ ആരോപണവും സുജിത് ദാസ് അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങളും ഒരു SP, ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാണ്, പറയുകയാണ്. ആരെക്കുറിച്ച്? ADGPയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളമാർ കോടികൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച്. ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ? ഇതൊക്കെ കേട്ടിട്ടും ഇവിടുത്തെ നിയമ സംവിധാനം അനങ്ങുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു DGPയെ, നിങ്ങളെ വാർത്തയിൽ നിന്ന് മനസ്സിലായി DGPയോട് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് നമ്മുടെ DGPൻ്റെ അവസ്ഥ എന്താണ്? പണ്ട് അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദം കൊടുത്ത മാതിരിയാണ് DGP സ്ഥാനം നമ്മുടെ ഷേഖ്. അല്ലല്ല, ഞാൻ DGP എന്ന് പറഞ്ഞാൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഏതായാലും നമ്മുടെ നാട്ടിലെ DGPക്ക് അച്യുതാനന്ദൻ്റെ അതേ അവസ്ഥയാണ്. അതായത് വിജിലൻസും ഇല്ല, ആഭ്യന്തരവും ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഏറ്റവും വലിയത് ക്രമസമാധാനത്തിൻ്റെ ചുമതലയാണ്. ആ ചുമതലയില്ലാത്ത ഒരു DGP കേരളത്തിൽ ആദ്യമാണ്. അതുപോലും ആർക്കാണ്? ADGPക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം വരട്ടെ, അന്വേഷണത്തിലൂടെ പോലീസ് എന്താണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ധൃതി പിടിച്ച് ആരെയും വിമർശിക്കാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങളിത് സാഗൂതം നോക്കി നിൽക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയും ഒക്കെ ഞങ്ങൾക്കറിയാം. അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്
ഇത്രമാത്രം എന്താണ് പിന്നെ വീഴ്ചകൾ, അല്ലെങ്കിൽ അധോലോകം, മാഫിയ, ആളെക്കൊല്ലിക്കുക, എന്താണ് സ്വർണം അത് കടത്ത്, ഇതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഭയപ്പാടോട് കൂടിയാണ് ശ്രീ ഷാഫി ചാലിയം, രണ്ട് കാര്യമാണ് ഞാൻ താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ആരോപണ വിധേയരെയും അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ചവരെയും രണ്ടുപേരുടെയും ക്രെഡിബിലിറ്റി ഒക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ, ഈ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷിപ്പെട്ട MLA കൂടി സംശയത്തിലാക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? അല്ല, ഈ ആരോപണം ഏകദേശം ഞങ്ങൾ ഈ സുജിത് ദാസ് എന്നാണല്ലോ ഇത് ആരംഭിക്കുന്നത്. സുജിത് ദാസിനെതിരെ 1.5 വർഷം മുമ്പ് പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ആവർത്തനമാണ് പിന്നീട് 1.5 കൊല്ലത്തിന് ശേഷം അൻവർ ഉയർത്തുന്നത്. അന്ന് ഞങ്ങൾ ആരോപണം ഉയർത്തിയപ്പോൾ അൻവർ എന്താണ് അത് മൈൻഡ് ചെയ്തിട്ടില്ല. KT ജലീൽ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അബ്ദുറഹ്മാൻ മിനിസ്റ്ററാണ്, അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അടക്കം എന്താ ചെയ്തത്? ആ താന്നൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെ വെളുപ്പിക്കാൻ വേണ്ടി ഈ സുജിത് ദാസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്തെല്ലാം നിയമവിരുദ്ധ കാര്യങ്ങൾ പരസ്യമായി നടന്നു, അത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു അന്വേഷണം പോലും നടത്താൻ മുന്നോട്ട് വന്നു ആരെങ്കിലും? മലപ്പുറത്ത് 3 MLA മാരുണ്ടല്ലോ CPM-ന്. ഈ 3 MLA മാരും ഞങ്ങൾ ഉയർത്തിയ ആരോപണം എന്താണെന്ന് ഒന്ന് പഠിക്കാനെങ്കിലും തയ്യാറായോ? അല്ല ശ്രീ ഷാഫി ചാലിയം, ഞാൻ ചോദിക്കുന്നത് ഈ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം കടത്തി എന്ന ആരോപണം, ഈ എടവണ്ണ സ്വദേശി റിദാന്റെ ഈ കൊലപാതകത്തിൽ പോലീസിന് പങ്കുണ്ട് എന്ന ആരോപണം, പിന്നെ ഈ സോളാർ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇടനിലക്കാരനായി നിന്നു എന്ന ആക്ഷേപം, ഇങ്ങനെ തുടങ്ങി അൻവർ 1, 2, 3 എന്ന് പറഞ്ഞ് ഈ ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനെ പ്രതിപക്ഷം പകുതി വിശ്വസിക്കാം, പകുതി കാര്യങ്ങൾ അവിശ്വാസമുണ്ട് എന്ന സമീപനമാണോ പ്രതിപക്ഷത്തിനുള്ളത്? അതല്ല, ഭരണപക്ഷത്തിന് ഒരു MLA ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ രാഷ്ട്രീയാതീതമായ അതൊരു താല്പര്യത്തിലായിരിക്കും അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ട് അതിൽ വസ്തുതകളുണ്ട് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതോ അൻവറിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഉണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ടോ? അല്ല, അൻവറിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്നത് നമുക്കങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇത് തുടക്കത്തിൽ ഉന്നയിച്ചത് ഞങ്ങളാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിനെ നിസ്സാരമായി കണ്ട ആളുകൾ ഇന്നത് ഗൗരവകരമായി അവതരിപ്പിക്കുന്നു എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ല, ഇത് ആരുന്നയിച്ചപ്പോൾ ആര് നിശബ്ദരായി എന്നതല്ലല്ലോ ശ്രീ ഷാഫി ചാലിയം. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തെ MLA ഈ സംസ്ഥാനത്തെ ADGPക്കെതിരെ, ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ, പിന്നെ സുജിത് ദാസിനെ പോലെ ഒരു SP-ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ അവിടെ മാത്രം അവസാനിക്കുന്നല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് PV അൻവർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ്, അതുകൊണ്ട് അന്വേഷണം അങ്ങനെ പോകണം എന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത്? അതല്ല, PV അൻവർ ഉന്നയിച്ചു എന്നതുകൊണ്ട് അതിനകത്തും ചില കാര്യങ്ങൾ സംശയിക്കേണ്ടതുണ്ട് എന്ന നിലപാടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എൻ്റെ സംസാരം മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം താങ്കൾക്കുള്ളതായി തോന്നുന്നല്ലോ. താങ്കൾ ഒരൊറ്റ കാര്യത്തിലാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഇത് മുൻപ് ഉന്നയിച്ചതാണ് എന്നാണ്. ഞാനൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷെ താങ്കൾ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, ഞങ്ങളിത് നേരത്തെ ഉന്നയിച്ചതാണ്, ഇപ്പോഴാണ് അൻവറിന് അത് ഉന്നയിക്കാൻ കഴിഞ്ഞതെന്നാണ് താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്. സുഹൃത്തെ, ഞാൻ ഒരു ആദ്യ പാദത്തിലൊക്കെ ഒരു 6-7 മിനിറ്റ് തടസ്സങ്ങളില്ലാതെ അനുവദിക്കപ്പെടാറുണ്ട് ചാനലുകൾ. ഇവിടെ അതല്ല. അത് എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്നുള്ള മുഴുവൻ കേൾക്കൂ നിങ്ങൾ. ഞങ്ങൾ പറയുന്ന പല പ്രധാന കാര്യങ്ങളും ഇന്നും നിങ്ങളൊന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പോലും നിങ്ങൾ വേറെ തലത്തിലേക്ക് പോവുകയാണ്. ഇത് ഞങ്ങളെ കേസല്ല, ഞങ്ങളാരും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഭരണപക്ഷത്തുള്ള ഒരു MLA ഇവിടുത്തെ സർക്കാരിൻ്റെ വീഴ്ചകൾ, പോലീസിൻ്റെ വീഴ്ചകൾ തുറഞ്ഞു പറഞ്ഞ കേസാണ്. അതിന് ഞങ്ങളെല്ലാം വിചാരണയുണ്ട്. എന്നാൽ ഞങ്ങൾ ഉയർത്തിയ പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾ ഗൗരവത്തിൽ കാണുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുകയാണ്. കോട്ടക്കൽ എന്ന സ്ഥലത്ത് സർക്കാർ ഭൂമിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ പണിയാണ്. സാധാരണ പോലീസ് സ്റ്റേഷൻ പണിയുന്ന മാനദണ്ഡം എന്താ? നമ്മുടെ നിയമസഭയിലെ എസ്റ്റിമേറ്റൽ പാനൽ കമ്മിറ്റിയാണ് അതിന് അപ്രൂവൽ കൊടുക്കേണ്ടതും അതിൻ്റെ പണം വകയിരുത്തേണ്ടതും. ഇവിടെ എസ്റ്റിമേറ്റഡ് പാനൽ കമ്മിറ്റി അറിയില്ല, ആരും പണം വകയിരുത്തിയില്ല. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടം അവിടെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? നിയമവാഴ്ചയുള്ള നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്.
ഈ SPI മനുഷ്യനുണ്ടാക്കാണ്, പലരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടും പണം പിരിവ് നടത്തിയിട്ടും. ഈ നാട്ടിൽ പോലീസിന് ഒരു സ്റ്റേഷൻ കെട്ടിടം ഉണ്ടാക്കാൻ നാട്ടുകാരുടെ അടുത്ത് നിന്ന് കൈ നീട്ടേണ്ട ആവശ്യമുണ്ട്. അത്ര ദാരിദ്ര്യമാണോ നമ്മുടെ സ്റ്റേറ്റ്? ഇത് ഞങ്ങൾ 1.5 കൊല്ലം മുമ്പ് ഉയർത്തി. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? ഇപ്പോഴും നിങ്ങൾ ആ SP ലീവ് പോകുന്നു, അങ്ങോട്ട് പോകുന്നു. അപ്പോൾ പോലും എത്ര ഗൗരവം നിറഞ്ഞ വിഷയമാണത്. അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ, അവിടുത്തെ കസ്റ്റഡി മരണം, ഒരു പടി കാര്യങ്ങൾ പറഞ്ഞു. അതിന് ക്രൈം റേറ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരാളെ ഒരു എന്താ പറയുക, ഒരു ചീട്ടുകളി സംഘത്തിന് പിടിച്ചു കിട്ടുക, ഒരു 12 ആളെ ഇരിക്കുന്നുണ്ട്, ഒരൊറ്റ FIR ഇടേണ്ട സ്ഥാനത്ത് 12 FIR ഇടുക. ഒരാളെ വാഹനത്തിന് കൈ കാട്ടിയാൽ ഹെൽമെറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു കേസ്, കൈ കാട്ടിയിട്ട് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വേറെ കേസ്, പോലീസിനോട് മോശമായി പെരുമാറുന്ന കേസ്, ഒരു 6-7 കേസ് അമർത്തുക, ക്രൈം റേറ്റ് ഉയർത്തുക. എന്നിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാക്കി മലപ്പുറത്തിനെ മാറ്റുക. അതേമാതിരി കാപ്പ കേസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് ഇയാൾ ചാർജ് ചെയ്തത് 3.5 കൊല്ലത്തിനിടയിൽ. എന്നിട്ട് RDO എത്ര ഫയൽ തിരിച്ചയച്ചു എന്ന് നിങ്ങൾ നോക്കണം. നാടുകടത്തലാണ് ഈ കാപ്പ. ഇങ്ങനെ പോലീസിൻ്റെ വകുപ്പുകളെ വ്യാപകമായി ദുരുപയോഗം ചെയ്ത് ഒരു ജില്ലയിൽ എന്തെല്ലാമാണോ കാട്ടിക്കൂട്ടിയത്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ നേരെ പല്ലിളിക്കുകയായിരുന്നു ഈ അൻവറും കൂട്ടരൊക്കെ. ഇപ്പം അവർക്ക് ഈ യാഥാർത്ഥ്യം തുറന്നു പറയേണ്ട അവസ്ഥയിൽ വന്നത് എപ്പോഴാണ്? അൻവറിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ 60 ലക്ഷം രൂപ വിലയുള്ള റോപ്പ് ആരോ മോഷ്ടിച്ചു. ആ കള്ളനെയാണ് നമ്മളിപ്പോൾ ഇവിടെ സ്വാഗതം ചെയ്തത്. ആ മോഷണ ശ്രമമാണ് എവിടേക്ക് പോകുന്നത്? ഒരു പരാതിയിലേക്ക് പോകുന്നു. ആ പരാതി SP പരിഗണിക്കുന്നില്ല. പരിഗണിക്കാതെ വന്നപ്പോൾ അൻവർ ക്ഷുഭിതനാകുന്നു. അപ്പോഴാണ് നേരത്തെ ഒരു കരിപ്പൂരിലെ കേസുമായി ബന്ധപ്പെട്ട് SP-യോട് സഹകരിക്കാത്ത ഒരു SIയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഡ് ചെയ്ത SP പുതുതായി ചാർജ് എടുത്ത മലപ്പുറത്തെ SP-ക്ക് ഒരു പരാതി കൊടുക്കുന്നു. അതായത് SP ക്യാമ്പിലെ മരം മുറിച്ചു എന്ന് പറഞ്ഞിട്ട് SP നടപടി എടുക്കില്ല. ഉടനെ ഈ SI എന്ത് ചെയ്യുന്നു? ഈ സസ്പെൻഷനിലെ SI അൻവറിന് കാര്യങ്ങൾ കൈമാറുന്നു. അൻവർ പറഞ്ഞു, ഈ അവിടെ കൊടുത്ത പരാതിയുടെ കോപ്പി എനിക്കും ഉണ്ടായിരുന്നു. ആ പരാതിയുടെ കോപ്പി വാങ്ങി അതിൻ്റെ മുകളിൽ MLA ഒരു കത്തും വെച്ച് ഇത് അന്വേഷിക്കണം തന്നെ MLA വീണ്ടും കൊടുക്കുന്നു. മൈൻഡ് ചെയ്യില്ല. അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു, അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. SP-ൻ്റെ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് SP-നെ കാണണമെന്ന് പറയുന്നു. ഗേറ്റിൻ്റെ പുറത്ത് കിടക്കാനാണ് പറഞ്ഞത്. സ്വാഭാവികമായി അവിടുന്ന് ആരംഭിച്ചൊരു യുദ്ധം. അപ്പം അൻവർ ഇതിൽ ഇറങ്ങാൻ കാരണമായത് ആ റോപ്പ് ആ കള്ളം കൊണ്ടുപോയതാണ്. ആ കള്ളനാണ് ഇവിടെ വരെ ഈ കേസ് എത്തിച്ചത്. ഇപ്പം നമുക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഭയാനകരമായ കഥകളാണ്. ശ്രീ ഷാഫി ചാലിയം, താങ്കൾ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചത്, അദ്ദേഹം പിതാവാണ്, മകനാണ്. അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ ഇപ്പോൾ സുജിത് ദാസിന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത്. അതിലല്ലല്ലോ അൻവറിന്റെ ആരോപണം പ്രധാനമായിട്ട് നിൽക്കുന്നത്. അത് കേന്ദ്രീകരിക്കപ്പെടുന്നത് എവിടെയാ? ADGP MR അജിത് കുമാറിനെതിരെ ഏത് സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ്? കൊലപാതകത്തിന് കൂട്ടുനിന്നു, സോളാർ കേസ് അട്ടിമറിക്കാൻ നിന്നു, കള്ളക്കടത്ത് കേസിലുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഗൗരവമുള്ള ആരോപണം ഇനി അവിടെ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല, പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ കൂടി ഉന്നയിക്കുകയാണ് ഭരണകക്ഷിയിൽ നിന്നുള്ള MLA-യുടെ ആരോപണങ്ങൾ. അതിനെപ്പറ്റിയുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ അതിന് ഇതുവരെ മറുപടി പറഞ്ഞത്. താങ്കൾ സുജിത് ദാസിനെതിരെ ഇങ്ങനെ ഞങ്ങൾ ഇതിന് മുൻപ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി, ഞാൻ കേട്ടു. പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? ഇത് ഈ ഭരണകക്ഷി MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളെ നിങ്ങൾ പകുതി വിശ്വസിക്കാമെന്ന സമീപനമാണോ നിങ്ങൾക്കുള്ളത്? അതല്ല, സർക്കാർ ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സർക്കാർ ഇത് വളരെ ആത്മാർത്ഥമായി ഈ ആരോപണങ്ങളിന്മേൽ അന്വേഷണത്തിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ഇതിലൊരു ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണോ പ്രതിപക്ഷത്തിനുള്ളത്? അതോ ഇതിന് പിന്നിൽ അൻവർ MLA-യുടെ ചില രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കഥാപാത്രമല്ല. അൻവർ ഇവിടെ ഉയർത്തിയിരിക്കുന്ന ഈ കോളിളക്കത്തിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഈ സുജിത് ദാസിലൂടെയാണ്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. മാത്രമല്ല, ഈ ADGP-യെക്കുറിച്ച് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വിട്ടതും ആരാണ്? സുജിത് ദാസാണ്. ഇത് ചെറിയ മീനല്ല. ADGP ആരാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണെന്നറിയോ? കോടിക്കണക്കിന് രൂപ ആ ഭാര്യയുടെ ആങ്ങളമാർ കൈകാര്യം ചെയ്തതെന്നറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പിടിപാട്, ഇതൊക്കെ നമ്മളോട് പറയണാരാ? ഇവിടുത്തെ ഒരു SP-യാണ്. സ്റ്റിൽ പത്തനംതിട്ടയിലെ SP പറയാണ്. അപ്പം സ്വാഭാവികം അതിലൂടെയാണ് വരുന്നത്. പിന്നെ നമ്മൾ കേൾക്കുകയാണ് ADGP-യെക്കുറിച്ച് ഇത്രയും വലിയ ഭയാനകരമായ കഥകൾ ഒരു ഭരണകക്ഷി MLA പറയുന്നത് കേൾക്കുന്ന കേൾവിക്കാരാണ് ഞങ്ങൾ. കേൾവിക്കാരായി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗൗരവപരമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്താൻ ഈ DGP-ക്ക് സാധിക്കുമോ? ആശങ്കയുണ്ട്. ഇവിടെ ഹൈക്കോടതി സ്വമേധയെ കേസെടുക്കേണ്ടതാണ്. രേവൻ രാമചന്ദ്രൻ ആ ബഞ്ചിലില്ലാത്തതുകൊണ്ടല്ല, എപ്പോഴോ കേസ് വന്നിരിക്കും. അപ്പം നമ്മളിങ്ങനെ കാത്തിക്കുകയാണ്. നമ്മളിതിൻ്റെ ആൻസർ പറയേണ്ട അതോറിറ്റി ഇല്ല. എന്താ അവിടെ സംഭവിക്കാൻ പോകണം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യരുത്.
ഈ കോലത്തിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്താണ് ചെയ്യുക? ജനം ഭയപ്പാടിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭരണപക്ഷത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച അൻവറിനോട് ചോദിക്കണം. ഞങ്ങളിത് ഉറ്റുനോക്കുകയാണ്, ഇത് എങ്ങനെ ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, സർക്കാർ ഇതിൻ്റെ കൊള്ളരുതായ്മ. ഇവിടെ ഭരണഘടനാ സ്തംഭനമാണ്. എല്ലാവരും മുൾമുലയിലാണ്, സംശയത്തിൻ്റെ മുൾമുലയിലാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേട്ട നിങ്ങൾ, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് വരെ പറഞ്ഞു, എനിക്ക് പിണറായി വിജയൻ അച്ഛനെ പോലെയാണ്. ഒരു മകന് ആശങ്കയുണ്ട് ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച്. അതും എന്താ ചെറിയ സംഗതിയാണോ? എന്നിട്ട് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വന്ന കഥയെ പറയണത്. അതിൻ്റെ അർത്ഥം എവിടേക്കാത് പോണത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലും, അതിൽ പോലും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് അൻവർ പറയുന്നത്. അൻവർ എന്ന വ്യക്തിയെ മാറ്റിയെടുത്തി പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അതിഗൗരവത്തിലെടുത്തുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കേണ്ടത്. ശരി ശരി ശ്രീ ഷാഫി ചാലിയം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീ ഷാഫി ചാലിയം, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ NP ചെക്കുട്ടി എന്നിവരാണുള്ളത്. ശ്രീ NP ചെക്കുട്ടി, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ തെറിച്ചതിന് തൊട്ടു പിന്നാലെയാണ് PV അൻവർ MLA-യുടെ ഈ ADGP-ക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും എതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിലിപ്പോൾ ADGP-ക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പരിശോധിക്കും, ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് അജിത് കുമാർ ഇരിക്കുന്ന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ പ്രതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭരണകക്ഷി MLA ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി അതിലൊരു അന്വേഷണം നടത്തുന്നു. ഇങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? അതല്ല, ഇത് ഇടതുപക്ഷത്തിനകത്ത് മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ എന്തെങ്കിലും സൂചനകൾ അൻവറിൻ്റെ ഈ ആരോപണം ഉന്നയിക്കലിലും ഇടപെടലുകളിലും ഉണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ പേരിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു. ഒന്നാം സർക്കാരിന്റെ ഏറ്റവും കടുത്ത തലവേദനയായിട്ട് മാറിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുമാണ്. അത് പിന്നീട് പരസ്യമായിട്ട് കേരളത്തിൽ വന്നു. അദ്ദേഹം ജയിലിലായി. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും വലിയ തലവേദന അതുണ്ടാക്കി. ഇപ്പം വീണ്ടും ഈ സർക്കാരിന്റെ 2 വർഷം കഴിയുമ്പോൾ കൂടുതൽ ഗൗരവമുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വരുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് നോമിനിയായിട്ട് വന്നിരിക്കുന്ന, പൊളിറ്റിക്കൽ നോമിനിയായിട്ടുള്ള P ശശി അടക്കമുള്ള നേതാക്കൾക്കെതിരായിട്ടാണ് ഇത്തവണ ആരോപണം വരുന്നത്. മാത്രമല്ല, ജനങ്ങളോട് കൂടുതൽ നേരിട്ട് ബന്ധപ്പെടുന്ന, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അതും വളരെ കടുത്ത മാഫിയ സമ്പർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വരികയാണ്, പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ വരികയാണ്, പാർട്ടിയുടെ പ്രാദേശിക സമ്മേളനങ്ങൾ വരികയാണ്. ഈ സമ്മേളനങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടാനിടയുള്ള, വളരെ ഗൗരവമായിട്ട് പാർട്ടി പ്രവർത്തകർ, കാരണം ഓരോ ആളുകൾക്കും പോലീസുമായിട്ട് ഇടപെടേണ്ടതുണ്ട്, വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് ദേശീയ തലത്തിൽ വരുന്നത്, സംസ്ഥാന തലത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ശരി, അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പ് അതിഭീകരമായിട്ടൊരു പ്രതിസന്ധിയിലാണ്. അതൊരു നാദനില്ലാ കളരിയായിട്ടാണ് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് വകുപ്പും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും വളരെ ഗൗരവമുള്ള തിരുത്തലുകൾക്ക് വിധേയമാവണമെന്ന് തർക്കമില്ല. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെയാണ് സമ്മേളനങ്ങളിൽ ആരോപണം വരാൻ പോകുന്നത്. അതാണ് ശ്രീ NP ചെക്കുട്ടി ഞാൻ ചോദിച്ചത്. ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പോലീസ് വകുപ്പ് ഒരു നാദനില്ല കളരിയായി മാറിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ഒന്ന് ശുദ്ധീകരിച്ച് കളയാമെന്ന സദുദ്ദേശത്തിൽ ഭരണകക്ഷി MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് താങ്കൾ കാണുമോ? അതല്ല രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി, അതല്ലെങ്കിൽ ഈ മാറി വരുന്ന സമവാക്യങ്ങളുടെ ഭാഗമായി ആർക്കോ വേണ്ടി അൻവർ ലക്ഷ്യം വെച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലയിൽ നിരീക്ഷിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, പോലീസ് വകുപ്പ് ഭരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 8ആയി. പോലീസ് വകുപ്പിൽ ഇന്നും നിലയിൽ തുടങ്ങിയത് നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ പോലീസിൽ എന്താ, പോലീസ് സ്റ്റേഷനുമായിട്ട് ഇടപെടുന്ന ആളുകൾക്കൊക്കെ അറിയാം
ഈ കേരള പോലീസിന്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പൊ എന്തുകൊണ്ട് ഈ തിരുത്തലിനെ കുറിച്ച് അതിന്റെ പേരിൽ ഒരു രക്തസാക്ഷിയെ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കാം. പി ശശിയുടെ തലയാണ് ഇപ്പൊ തെറിക്കാൻ പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പി ശശിയുടെ ഉത്തരവാദിത്വം മാത്രമാണോ ഇതിലുള്ളത്? ഇതിന് ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഇതിനകത്തൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ വരാൻ പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കാരണം ജയരാജനെ പോലുള്ള വളരെ കരുത്തനായിട്ടുള്ള ആളെ പുറത്തേക്കാക്കിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ നേരിടാനായിട്ട് ഇപ്പൊ പി ശശിയെ അങ്ങോട്ട് ഫോൾ ഗൈ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും രക്ഷപ്പെടാൻ കഴിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഗുരുതരമാണ് പ്രശ്നങ്ങൾ. അല്ല ശ്രീ എൻ പി ചെക്കുട്ടി, അതായത് പാർട്ടിക്കകത്ത് ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റിയപ്പോൾ അത് മറ്റൊരു പവർ ഗ്രൂപ്പിന്റെ പവർ പ്ലേ ആണ് എന്ന് നിരീക്ഷിച്ചവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിയവരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ശ്രീ എൻ പി ചെക്കുട്ടി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പവർ ഗ്രൂപ്പിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ PV അൻവർ MLA പുറത്തു വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുമോ? ഗോപീഷ്ണൻ, ഞാൻ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാൻ തയ്യാറില്ല. ഇതൊരു പൊളിറ്റിക്കൽ ബാറ്റിലാണ്. നിങ്ങൾ സിനിമയിലൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പൊക്കെ ഉള്ളത്. ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ. പൊളിറ്റിക്സിനകത്ത് രണ്ട് തരത്തിൽ നിലപാടുകൾ, പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ടാണ് പൊളിറ്റിക്സ് ഉള്ളത്. അതേമാതിരി CPM-നകത്തും വളരെ ശക്തമായിട്ടുള്ള ഒരു എതിരൻ ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അത് ഒഴിവാക്കാനായിരുന്നു പിണറായി വിജയൻ ശ്രമിച്ചിരുന്നത്. തനിക്കെതിരെ ഒരു ശബ്ദം ഉയർന്നു വരുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് രണ്ട് വൻമരങ്ങളുടെ ഒരു വൻമരത്തെ അങ്ങ് വെട്ടിവീഴ്ത്തിയത്. പക്ഷെ ആ വൻമരത്തേക്കാൾ വലിയ മരങ്ങൾ ഇപ്പോ യഥാർത്ഥത്തിൽ CPM-നകത്ത് ഉയർന്നു വരികയാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയമായിട്ടുള്ള ശക്തി, രാഷ്ട്രീയമായിട്ടുള്ള എക്സിസ്റ്റൻസ് തന്നെ ഒരുപക്ഷെ സമ്മേളനത്തോടുകൂടി ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നത്. അത് ഒഴിവാക്കാനുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിലൊന്ന് ആഭ്യന്തര വകുപ്പിലെ ശുദ്ധീകരണം എന്ന പേരിൽ പി ശശിയെ അങ്ങോട്ട് എടുത്തു മാറ്റലാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. മുഖ്യമന്ത്രി ഗൗരവമുള്ള പ്രശ്നങ്ങൾക്ക്, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് ഈ സമ്മേളനങ്ങളിൽ മറുപടി പറയേണ്ടതായിട്ട് തന്നെ വരും. ശ്രീ റെജി ലൂക്കോസ്, MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ അസാധാരണ ഇടപെടലുകൾ കൊണ്ട് ഈ ആരോപണങ്ങളുടെ ചോദ്യമുന ഉയരുന്ന പി ശശിയെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമോ? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി ഭാഗമാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങളാണല്ലോ അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രീ എൻ പി ചെക്കുട്ടി പറഞ്ഞു, ഇതാ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു, ജില്ലാ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു, പ്രാദേശിക സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെയും പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ PV അൻവർ ഏറ്റവും പുതുതായി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ചിത്രത്തിലും പറയുന്നു സത്യമേവ ജയതേ. അദ്ദേഹം പിണറായിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ പിണറായിക്ക് വേണ്ടി, അല്ലെങ്കിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുമ്പോൾ ഒരു കൺവിക്ഷനിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ അൻവർ MLA ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പ്രതിരോധത്തിലാക്കുന്നത്? ഇത് ഏത് പവർ പ്ലേയുടെ ഭാഗമായിട്ടാണ് എന്ന സംശയം സ്വാഭാവികമായി ഉയരുമല്ലോ. അവിടെയാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഇ.പി. ജയരാജന് പോയതിന് തൊട്ടു പിന്നാലെ ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടി പൊളിറ്റിക്സ് അല്ലേ ഇതിലൂടെ പുറത്തു വരുന്നത്? ഗോപികൃഷ്ണ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചേക്കുട്ടി സാറ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആഗ്രഹവും മോഹവുമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി ചാലയത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഷാഫി ചാലയത്തിനോട് രണ്ട് തവണ ഗോപികൃഷ്ണൻ ആവർത്തിച്ചിട്ടും MR അജിത് കുമാറിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടി പറയാനോ പ്രതികരിക്കാനോ അദ്ദേഹത്തിന് തയ്യാറായില്ല. അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം നിലമ്പൂരിൻ്റെ MLA, ഇടതുപക്ഷ സഹയാത്രികനായ നിലമ്പൂർ MLA, വളരെ ജനകീയനായിട്ടുള്ള നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിരിക്കുന്ന MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്ക് ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട അതീവ ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്ന്, സോളാർ കേസ് ഒതുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അത് ശരിയാണെന്ന് ഇന്ന് ആ മാധ്യമങ്ങളെടുത്ത് വെളിപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തേതാണ് അതിലും ഗുരുതരമായിട്ടുള്ള, PV അൻവർ വളരെ ഉത്തരവാദിത്തോടുകൂടി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 150 കോടി രൂപ കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കർണാടക ലോബിയിൽ നിന്ന് വാങ്ങിച്ചു. അത് ഇന്ന രീതിയിലുള്ള മത്സ്യബന്ധന ബോട്ടിലിൽ 3 മത്സ്യബന്ധന വാനിനകത്ത് കൊണ്ടുവന്ന് കളക്ട് ചെയ്തെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ആ അന്വേഷണം,
അത് തെറ്റായ അന്വേഷണമാണെന്ന് PV അൻവറിനോട് ഒരു അന്വേഷണം പോലും, ഒരു ഫോൺ കോളിൽ പോലും ചോദിക്കാതെ കൊണ്ട് അത് എഴുതി തള്ളാൻ വിജിലൻസിനെ പ്രേരിപ്പിച്ച് ഇദ്ദേഹമാണെന്നുള്ളതാണ് ഏറ്റവും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ദാറ്റ് മീൻസ് ഈ MR അജിത് കുമാർ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ടായിരിക്കാം, ഞാനത് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല, പിന്നെ പ്രതിപക്ഷവുമായിട്ടൊരു ഒരു 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 അവിഹിത ബാന്ധവം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാഫി ചാലിത്തിനെ പോലെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അതിനെക്കുറിച്ച് മറുപടി തരാൻ അദ്ദേഹം അശക്തനാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനോട് അത് ചോദിക്കേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ടിയിൽ എന്തോ തിരകളൊക്കെ നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, PV അൻവർ ഇന്ന് ഉയർത്തിയ അതീവ ഗുരുതരമായതും കേരളം ചർച്ച ചെയ്യപ്പെട്ടതും വളരെ റിലവൻ്റ് ആയിട്ടുള്ള അത്ര ആരോപണങ്ങൾ, അദ്ദേഹം പല തെളിവുകളും ഓഡിയോ ക്ലിപ്പിംഗ് സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം P ശശി ഒരു അഴിമതി ആരോപണക്കാരനാണെന്നോ ഇതെല്ലാം ആ രീതിയിലുള്ള ആരോപണത്തെ ഉയർത്തിയിട്ടില്ല. അദ്ദേഹം അറിയേണ്ടതായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ P ശശിയെ കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണ്ട് ശ്രീ റിജി ലൂക്കോസ്, ആ ആരോപണം ഞാൻ പറയാം. അതായത് ഇങ്ങനെ ഈ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നത് P ശശിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതായത് സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണം നേരിടുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിലെ താല്പര്യം എന്താണെന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത് P ശശി ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹവുമായിട്ടുള്ള കോൺടാക്റ്റാണ് അല്ലെങ്കിൽ കണക്ഷനാണ് MR അജിത് കുമാറിന് ഒരു സംരക്ഷണ വലയം തീർക്കുന്നത് എന്നാണല്ലോ ആ ശബ്ദ സന്ദേശത്തിൽ. എനിക്കറിയില്ല, ഞാൻ ആ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വരുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയൊക്കെ കുഴിയിൽ ചാടിക്കുന്ന സമീപനമാണ് P ശശി എടുത്തിരിക്കുന്നത് എന്ന് അൻവർ MLA പറയേണ്ടി വരുന്ന ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരോപണം നേരിട്ട് ഉന്നയിക്കുന്നു എന്നുള്ളതല്ല, ആരോപണ വിധേയനായ ആളെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നതിലൂടെ ആ ആരോപണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അദ്ദേഹത്തിലേക്കും വരുന്നു, P ശശിയിലേക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ P ശശിക്കെതിരെ എന്ത് നടപടി എന്ന ചോദ്യവും മുഖ്യമന്ത്രി നേരിടുമല്ലോ. അതിലേക്ക് വരാം. അതായത് PV അൻവർ പുറത്തുവിട്ട കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലായി പുറത്തുവിട്ടിരിക്കുന്ന പത്തനംതിട്ട SP ആയ പിന്നെ SP യുടെ ഒരു ഓഡിയോ, അതായത് അദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു കേസ് പിൻവലിക്കണമെന്ന് കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയ കുറേ കാര്യങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാനായിട്ടോ P ശശിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഒക്കെ ആരോപണം ഉന്നയിക്കാനായിട്ട് ഈ SP-ക്ക് എന്ത് അധികാരമുള്ളത്? അതുകൊണ്ട് അത് PV അൻവർ തന്നെ പറഞ്ഞല്ലോ, തന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനെ ആ ഒരു വിലയ്ക്ക് തള്ളിവിട്ടാൽ മതി, അതിലപ്പുറം ഗ്രാവിറ്റി അതിനൊന്നുമില്ല. ഇവിടെ അതിലൊരൊറ്റ കാര്യം ശ്രീ റിജി ലൂക്കോസ്, P ശശിയെ ആരോപണ വിധേയനാക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിസ്ഥാനത്താകുമ്പോൾ എങ്ങനെയാണ് MV അൻവറിന് അതൊരു സുഖമുള്ള കാര്യമായി മാറുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതായത് ഈ പറയുന്ന പത്തനംതിട്ട SP PV അൻവറിനെ സുഖിപ്പിക്കാൻ പറഞ്ഞത് PV അൻവർ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ വെറുതെ തെറ്റായ കാര്യങ്ങൾ അങ്ങനെയല്ല, അത് മനസ്സിലായി, എനിക്ക് താങ്കൾ പറഞ്ഞത് മനസ്സിലായി. അതെ, PV അൻവറിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പത്തനംതിട്ട SP ഇങ്ങനെ സുജിത് ദാസ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? P ശശിയുടെ സംരക്ഷണയിലാണ് MR അജിത് കുമാർ ഈ വളർന്നതും നിലനിൽക്കുന്നതും എന്നാണല്ലോ. അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് PV അൻവറിനെ സുഖിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തെറ്റായി മനസ്സിലാക്കിയിട്ടല്ല, ശരിയായി താങ്കളുടെ ചോദ്യം മനസ്സിലാക്കിയിട്ടാണ് ചോദിച്ചത്. അല്ല, അത് തീർച്ചയായിട്ടും ഐ അപ്രീഷിയേറ്റ് യു. ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അത് PV അൻവർ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് പിന്നെ അത് അദ്ദേഹത്തിന് ഡിമാർക്കാവും. അത് ഒരു IPS ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന 32 മിനിറ്റ് നമ്മളെല്ലാം കേട്ടല്ലേ. അതിനെക്കുറിച്ച് ഒരു കമന്റ് PV അൻവർ പറഞ്ഞു. നമുക്ക് കാതലായ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ഉന്നമക്കെന്ന് മുഖ്യമന്ത്രിയുടെ CPM-നുള്ളൂ. അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം, അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാതെ അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ P ശശി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിനെക്കുറിച്ച് ഈ സർക്കാർ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പാർട്ടി നോമിനേറ്റ് ചെയ്തപ്പോൾ സർക്കാർ അംഗീകരിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് വേട്ടയാടുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ പൊടുന്നതിനെ വന്നിരിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ME ഗോവിന്ദൻ ഇന്ന് കണ്ണൂർ വെച്ച് പറഞ്ഞു PV അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, അത് സർക്കാരും പാർട്ടി അന്വേഷിക്കുന്നു പറഞ്ഞു. അത് പാർട്ടിക്ക് വിടുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുണ്ട് എനിക്കോ പാർട്ടിയുടെ മറ്റാർക്കോ യാതൊരു അധികാരമില്ല. പക്ഷേ കം ടു ദ പോയിന്റ്, അതല്ലേ നമ്മൾ സംസാരിക്കണ്ടേ. ഇന്ന് കോട്ടയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇത്രയ്ക്ക് ശക്തമായ നിലപാടി ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ, അതും ക്രമസമാധാനം ഇന്നലെ പാലിക്കുന്ന ഒരു ADGP-ക്കെതിരെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താ പ്രഖ്യാപനം? ഇന്നലെ PV അൻവർ വെളിപ്പെടുത്തി ഇതുവരെ ആധികാരികമായ ഒരു അന്വേഷണം പോലും നടത്താതെ കണ്ട് ആ പൊതുമണ്ഡലത്തിൽ ഒരു MLA ഉയർത്തിയ ആരോപണം, അതൊരു ഭരണകക്ഷി MLA ഉയർത്തിയ ആരോപണം കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ ഓഫീസിൽമാരുടെ സമ്മേളനത്തിൽ വെച്ച് പിന്നെ പറഞ്ഞു, പുഴുക്കുത്തുകളായ 108 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയ സർക്കാരാണിത്. ഉന്നതനായിട്ടുള്ള ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ പൊതുമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ?
ബഹുമാനപ്പെട്ട PV അൻവർ എന്ന് പറയുന്ന MLA വാക്കുകളെ അദ്ദേഹം ഓൺ ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആദരിച്ചുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് MLA ആണ്. അത് ഉന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്നു പറഞ്ഞാൽ ആ തൻ്റെ ഇടം കാണിച്ച ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിലുണ്ടെന്നുള്ള കേരളത്തിൽ അഭിമാനിക്കാം. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞതാണ്. ആരുടെ കഴിവുകേടാണ്? അത് സർക്കാർ ഒന്ന് അല്ല, ഈ അജിത് കുമാറിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ് ശ്രീ റെജി ലൂക്കോസ്? അതെങ്ങനെയാണ് ഗോപികൃഷ്ണൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ചാരക്കേസ് നടന്നപ്പോൾ രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ അന്നത്തെ കോൺഗ്രസിലെ A ഗ്രൂപ്പ് ശക്തമായ രീതിയിലുള്ള നിലപാടെടുത്തിട്ട് എന്തെല്ലാം കള്ളക്കഥകൾ കൊണ്ടുവന്നു. ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞില്ല മനുഷ്യൻ നിരപരാധിയാണെന്നുള്ളവരും. PP ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു ഒരു മുൻ ADGP ഉണ്ടായിരുന്നു, അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ള അറിയാം, പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ? അതേ ഉദ്യോഗസ്ഥനായിരുന്നപ്പോഴത്തേക്ക് ആർക്കെങ്കിലും പിടിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു വെടിവെപ്പ് കേസിലെ പ്രതിയ, അങ്ങനെ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം അവർക്ക് പിന്നീടല്ലേ തെളിഞ്ഞത്. ഇതന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പറയുന്ന PV അൻവർ വെളിയിൽ വിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ, അദ്ദേഹത്തിന് അതിനകത്ത് കഴമ്പോട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അന്വേഷണം ഉത്തരവിട്ടു. ഈ പറഞ്ഞ പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്തു. ഇതിനു മുമ്പ് ആരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു? സോളാർ കേസ് അട്ടിമറിക്കാനായിട്ട് കൂട്ടുനിന്നു എന്ന് പറയുന്ന ഈ ADGPയുടെ കാര്യം അന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ? ഏതെങ്കിലും ഒരു UDFന്റെ കാര്യമോ അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സർക്കാർ വന്നതിന് ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ വെളിയിൽ വരുമ്പോഴല്ലേ ഒരു ഗവൺമെന്റ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അന്തരീക്ഷത്തിൽ സങ്കല്പിച്ചുകൊണ്ട് IPS ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗവൺമെന്റ് ആർജവത്വം ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പിന്തുണയ്ക്കുന്നതല്ല. അല്ലല്ല, പൂർത്തീകരിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് 1 മിനിറ്റ് മതി. ഇവിടെ ഷാഫി ചാലിയത്തിലേക്ക് ഞാൻ വീണ്ടും കിടക്കുകയാണ്. അവർ മറുപടി പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണ വലയം തീർത്ത അവരുടെ കാര്യങ്ങൾക്ക് സംരക്ഷണ വലയം തീർക്കുകയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിൽ കഴമ്പില്ല, നിങ്ങൾ റിപ്പോർട്ട് വിജിലൻസ് കോടതി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ച ഒരു ADGP ആരുടെ ആളാണ്? അപ്പോൾ ഈ ADGPയും ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ കക്ഷികളും തമ്മിൽ ഒരു ഗൂഢാലോചനയില്ലേ ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരുന്നു? അതല്ലേ ഇപ്പൊ പുറത്തു വന്നേ? ശ്രീ ഷാഫി ചാലിയം ഒന്ന് മറുപടി പറയട്ടെ. ഞാൻ ശ്രീ റെജി ലൂക്കോസിന്റെ ഇടപെടുകയാണ്, താങ്കളൊന്ന് ക്ഷമിക്കണം. ശ്രീ ഷാഫി ചാലിയം, ആരോപണത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉടൻ തന്നെ സർക്കാർ ഇടപെട്ടു. ഇനി അതിൽ അന്വേഷണം നടക്കട്ടെ. ഇത് സർക്കാർ ആത്മാർത്ഥമായി നടത്തുന്ന നീക്കമാണ്, അത്രയും കണ്ടാൽ മതി. അതിനപ്പുറം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ഒക്കെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കമായി ഈ അൻവർ MLAയുടെ ആരോപണങ്ങളെ കാണേണ്ടതില്ല എന്നാണ്. ഈ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് എത്രത്തോളം വിശ്വാസമുണ്ട്? ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞു ADGP MG അജിത് കുമാറിന് നേരെ അൻവർ ഉയർത്തിയ ആരോപണത്തിൽ അജിത് കുമാറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ തിരിച്ച് റെജി ലൂക്കോസിനോട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അദ്ദേഹം പരാജയമാണ് ഈ വിഷയത്തിൽ എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊന്നും ആദ്യം പറയും. റെജി ലൂക്കോസിനുണ്ട്. തീർച്ചയായിട്ടും അതിന് മറുപടി പറയാം. കാരണം ഞാനത് പറഞ്ഞല്ലോ, അൻവർ അദ്ദേഹത്തിന് എനിക്ക് പറയാവോ? പറയാം. ഹലോ, പറയാം. താങ്കളുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹലോ, അതായത് ഷാഫി തീർച്ചയായിട്ടും അത് ഞാനവിടെ ഈ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അറിയേണ്ടതായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു അൻവർ പറഞ്ഞ വിവരം ചർച്ചയുടെ തുടക്കത്തിൽ ഞാനിവിടെ പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ അതും പറഞ്ഞു. ME ഗോവിന്ദൻ മാഷ് എന്ന് കണ്ണൂർ പറഞ്ഞു കഴിഞ്ഞു, ഷാഫി ചാലി നിങ്ങളെപ്പോലെ UDFകാരെ പോലെ ഒന്നും അല്ല. അദ്ദേഹം പറഞ്ഞു ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കും, സർക്കാർ പരിശോധിക്കും എന്ന് പറയുമ്പോൾ അതിലപ്പുറം മറുപടി എന്നാ പറയുന്നത്? അതിനുള്ള മറുപടി റെജി ലൂക്കോസ് അല്ല അത് സാക്ഷാൽ ME ഗോവിന്ദൻ മാഷ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടെന്ന് മറുപടി പറയണ്ടേ? അത് പറയാനുള്ള തന്റെ ഇടവും അതിനുള്ള ആർജവുള്ള പാർട്ടിയാണ് CPM ഈ സർക്കാരും. അത് തെളിഞ്ഞില്ലേ? ശരി. ശ്രീ ഷാഫി ചാലിയം മറുപടി പറഞ്ഞു. ഷാഫി, MR അജിത് കുമാറിനെ കുറിച്ച് കഴിഞ്ഞ വർഷം എലത്തൂരിൽ ആ ട്രെയിനിലുണ്ടായ സ്ഫോടവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കണം. കാരണം വത്സൻ തില്ലങ്കേരി എലത്തൂർ സ്ഫോടന കേസിൽ പറഞ്ഞ അഭിപ്രായം എന്താണോ അത് അതേപടി ആവർത്തിക്കുകയായിരുന്നു ഈ MR അജിത് കുമാർ അന്ന് ചെയ്തത്. അതായത് ഇവിടെ കുറ്റാരോപിതനായി കിട്ടിയ പ്രതി, ആ പ്രതി എവിടുന്ന് വരുന്നതാണ്, അയാൾ വരുന്ന സ്ഥലം തന്നെ കണ്ടാൽ അറിയാലോ നമുക്ക് ഇതിലെ ഭീകര സ്വഭാവം. വരുന്ന സ്ഥലം ഷഹീൻ ബാഗാണ്. ഇതന്നെയാണ് ആര് പറഞ്ഞത്? വത്സൻ തില്ലങ്കേരി പറഞ്ഞത്. ഈ ഭീകരവാദികളെ അടവിച്ച് വിരിയിക്കുന്ന ഹാച്ചറിയാണ് ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞത്.
ഏതായി ഷഹീൻ ബാഗ്? പൗരത്വ സമരം നടന്ന സ്ഥലമാണ്. എല്ലാ ഇന്ത്യയിലെ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടിക്കാരും വന്നിരുന്ന ഒരു പന്തൽ കെട്ടിയ സ്ഥലമാണെന്നുള്ളൂ. ഒരുപാട് സ്ത്രീകളിരുന്നേ. അതിനെ ഭീകര കേന്ദ്രമാക്കിയിട്ട് വത്സൻ തില്ലങ്കേരി പറഞ്ഞപ്പോൾ അതേ വത്സൻ തില്ലങ്കേരിയുടെ ഭാഷയാണ് MR അജിത് കുമാർ അന്ന് ഉപയോഗിച്ചത്. മാത്രമല്ല, അന്ന് പിടിക്കപ്പെട്ട പിന്നെ കുറ്റവാളി എന്ന് ആരോപിക്കുന്ന പിന്നെ ഷഹീൻ ബാഗ് സ്വദേശി അയാളുടെ കുറ്റസമ്മതമുണ്ട് എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് ഈ കുറ്റം മുഴുവൻ അയാളെ തല കെട്ടിവെച്ച് ആ വിഷയം അവസാനിപ്പിച്ചു. അതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറൻസിയിലേക്കോ ഒന്നിലേക്കും പോയില്ല. ചെറിയ സംഗതിയല്ല അവിടെ നടന്നത്. മാത്രമല്ല, ഇവിടുത്തെ BJPക്കാർ പ്രതികളായ പല കേസുകൾ ഒതുക്കി തീർത്തതിൽ ഇയാൾക്ക് പങ്കുണ്ട്. ഉദാഹരണം K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ SP സ്വന്തമായി പൂരം കലക്കാൻ കഴിയില്ല, മുകളിൽ ഉയർന്ന പിടിപാടുള്ള ആരെങ്കിലും സഹായം വേണം. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചകളിൽ ഞാൻ ഉയർത്തിയാണ്. തൃശ്ശൂർ മേയർക്കും തൃശ്ശൂർ SP പങ്കുണ്ട്. SP സ്വന്തം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു സിൻഡിക്കേറ്റ് നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ടടിച്ച കേസ് ഒരു വട്ടമല്ല 2 വട്ടം അത് ഫോട്ടോസ്റ്റാറ്റാക്കി മാറ്റി BJPക്കാർ പ്രതികളാകുന്ന കേസുകളൊക്കെ. അതുകൊണ്ടാണ് ആനി രാജ പറഞ്ഞത്, CPIയുടെ ആളാണ് ആനി രാജ. വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ കൊണ്ടെടുത്ത് സ്ഥാനാർത്ഥിയെ പറഞ്ഞത് ആദ്യമായിട്ട് കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന RSS ആണ്. അപ്പോൾ RSSന് ആരുമായിട്ടാണ് ലിങ്ക്? RSSന് ലിങ്ക് ഇദ്ദേഹമായിട്ടാണെന്നുള്ളതാണ് ഇപ്പം പുറത്തു വന്ന് അൻവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് പുനരന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറാകണം. അതാ പറഞ്ഞത്, ഞാൻ എവിടെയും ഇദ്ദേഹത്തെ വെള്ളപൂശാൻ നടന്നിട്ടില്ല. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ സോളാർ കേസിൻ്റെ ഇരകളുടെ ആ ഇരയുടെ മൊഴി റെജി ലൂക്കോസിന് ഇന്ന് സമ്മതമാണ്. ഇപ്പോൾ ഇതേ ഇര EP ജയരാജനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 5 കോടി റുപ്യ എനിക്ക് വാഗ്ദാനം തന്നു ഉമ്മൻചാണ്ടിൻ്റെ പേര് പറയാൻ. ഈ ഇര പറഞ്ഞതാ TV വന്നിട്ട്. അത് വിശ്വസിക്കോ? അതുകൊണ്ട് ആ വർത്താനം കൂടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ഒന്ന് കാസർഗോഡ് കുടുങ്ങി, അത് കഴിഞ്ഞ് ഹേമ കമ്മിറ്റിയിൽ കുടുങ്ങി, അതിലും വലിയ പെരുമ്പാമ്പിൽ ആണ് പിന്നെ നിങ്ങൾ അണ്ണാക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിങ്ങളെ ശരി അല്ലല്ല, അതിലേക്ക് പോണ്ട, ചർച്ച അതിലേക്ക് പോണ്ട. ശ്രീ NP ചെക്കുട്ടി, എത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നാലും അതൊക്കെ നേരിടാൻ പാർട്ടിക്ക് തൻ്റെ ഇടവും കൃത്യവുമായ ഒരു സമീപനം പാർട്ടിക്കുണ്ട് എന്ന് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നാണ്. MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലെ ഈ ഉന്നത റാങ്കിലുള്ള പദവിയിലുള്ള ഉദ്യോഗസ്ഥന്റെ അന്വേഷണം കൊണ്ട് മാത്രം പാർട്ടിക്കകത്ത് രൂപപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? അതിനെന്താണ് പരിഹാരം? ഇല്ല, അങ്ങനെയൊന്നും പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. കാരണം ഇത് പുറമേക്ക് വരുന്ന ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വിഷയം മാത്രമാണ് ഇപ്പോ ഈ PV അൻവറിലൂടെ വന്നത്. ഇപ്പൊ EP ജയരാജൻ അവിടെ വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങളും ഇന്നലെയൊക്കെ ആയിട്ട് അദ്ദേഹം ചില ചാനലുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വളരെ അടുത്ത ആളുകളായിട്ടുള്ള ചില ആളുകളുടെ ഓപ്പറേഷൻസ് പലരെയും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കേരളീയ സമൂഹത്തിൽ ഇപ്പം ആ പേരുകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ അകത്തളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പാർട്ടി സംവിധാനത്തിൽ, ഭരണത്തിൽ, കേരളീയ ജീവിതത്തിൽ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് പാർട്ടിക്കകത്ത് വലിയ ഗൗരവമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ചർച്ചകൾ സമ്മേളനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വരും. അത് കൂടുതൽ ഉയർന്ന ആരോപണങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് വരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കൂടെ നിൽക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒരു വലിയ പ്രതിസന്ധിയിലാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഏതാണ്ട് ഒരു പത്മവ്യൂഹത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിപ്പൊ കാണാൻ കഴിയാതെ. ഇന്ന് രക്ഷപ്പെടുവരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് ശ്രീ NP ചെക്കുട്ടി, ലളിതമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ പാർട്ടി ഒന്നാകെ സംരക്ഷണം തീർത്ത് നിന്നതുപോലെ MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം പാർട്ടിയിൽ നിന്ന് കിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അദ്ദേഹം പോലീസ് ഭരണത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന ആളാണ് P ശശി എന്ന് പറയുന്ന ആള് 78-79 കാലം മുതൽ ഏതാണ്ട് 45 കൊല്ലത്തിലേറെ കാലം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ
നേതാക്കളായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നതിൽ അദ്ദേഹം പിണറായി അടക്കമുള്ള നേതാക്കളുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പി ശശിയെ പ്രത്യേകമായിട്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. ഇപ്പൊ പി ശശി തന്നെ ഒരു പുരുഷായിട്ട് മാറുകയാണ്. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരെന്ന് അദ്ദേഹം കരുതിയ ആളുകൾ പോലും ഒന്നുകിൽ അദ്ദേഹത്തെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവർ വിശ്വാസത്തിലായിട്ടുണ്ട്. എന്തായാലും ശരി, തമ്മിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, പരസ്പര വിശ്വാസം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അത് തകർന്നിരിക്കുന്നു. പരസ്പര വിശ്വാസം തകർന്നിട്ട് ഒരു വലിയ അവിശ്വാസത്തിന്റെ അന്തരീക്ഷം വന്നിട്ടുണ്ട്. ഈ ഒരു അന്തരീക്ഷം കേരളത്തിലെ പാർട്ടിയെ, കേരളത്തിലെ ഭരണത്തെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിൽ എത്തിക്കും. വസ്തുതകൾ എത്രയുണ്ട് നമുക്കറിയില്ല, പക്ഷേ പലതിനും വസ്തുതകൾ ഉണ്ട്. ശരിയാണ്, മുഖ്യമന്ത്രി വിശ്വസിച്ച ആളുകൾ തന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതായത് സർക്കാരിനെ അല്ല ഇത് ദുർബലപ്പെടുത്താൻ പോകുന്നത്, ഈ ആരോപണങ്ങളൊക്കെ പാർട്ടിയാണ് ദുർബലപ്പെടുത്താൻ പോകുന്നത് എന്നാണ് ശ്രീ എൻ പി ചേക്കുട്ടി പറഞ്ഞത്. ശ്രീ റെജി ലൂക്കോസ്, പി ശശിക്ക് എതിരെ കൂടി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ മുൻപ് കിട്ടിയ ആനുകൂല്യമോ സംരക്ഷണമോ ഇനി പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാൻ പോകില്ല എന്നുമുള്ള സാഹചര്യം അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. അതാണ് ശ്രീ എൻ പി ചേക്കുട്ടി പറഞ്ഞത്. ആ സാഹചര്യത്തിലേക്കാണ് ഈ ആരോപണങ്ങൾ നീങ്ങുന്നത് എന്ന്. ചേക്കുട്ടി സാറിന് എന്നേക്കാളും ഇടതുപക്ഷ രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ്, CPM രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയുള്ള ആളല്ല, പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തനം നൽകി. അതൊക്കെ സത്യമാണ്. പിന്നെ ചേക്കുട്ടി സാറിന്റെ ആഗ്രഹങ്ങൾ അദ്ദേഹം പറയുന്നു. 2021 തെരഞ്ഞെടുപ്പ് മുമ്പുള്ള ഒരു 2.5 വർഷക്കാലം പിണറായി വിജയനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഇതുപോലെയുള്ള നിരീക്ഷകരെല്ലാം വന്ന വാചകസത്തിൽ എന്തായിരുന്നു? സോളാർ കേസിൽ, കള്ളക്കടത്ത് കേസ് പോലുള്ള കേസുകളിൽ അങ്ങനെ നിരന്തരമായ അത്തരം അട്ടിമറി കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം ഇവിടെ കയറി ഇറങ്ങിയപ്പോൾ പിണറായി വിജയനെ CPM തഴഞ്ഞു, പിണറായി വിജയനെ CPM കൈവിട്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ശിവശങ്കർ അറസ്റ്റ് ജയിലിലിട്ടിരിക്കുന്നു. സ്വപ്ന സുരേഷിനെ വെളിപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് പാർട്ടി കൈവിട്ടെന്ന് പറഞ്ഞ് എത്രയോ ചർച്ചകൾ നമ്മൾ കണ്ടു. പിന്നെ ഗോപികൃഷ്ണ, പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല ഈ പാർട്ടി എന്ന് പറഞ്ഞ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒന്നാം സ്ഥാനത്തുള്ളത് ഞങ്ങളുടെ പാർട്ടി തന്നെയാണ്. 2ാം സ്ഥാനം മുതലേ ഉള്ളൂ പിണറായി വിജയനെ പോലുള്ള ബഹുമാനവരായിട്ടുള്ള നേതാക്കന്മാരുള്ളൂ. അതുകൊണ്ട് ഇന്ന ഒരാളെ കൈവിട്ടു, പാർട്ടി കൈയൊഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇവരുടെയൊക്കെ മോഹങ്ങളാണ്. അത് പഴയ ചരിത്രങ്ങൾ, അതിൽ നിന്ന് താമസമില്ലാത്ത ചരിത്രങ്ങൾ ആവർത്തിച്ച് വരുന്നതിൻ്റെ ഒരു സുഖം അവർ കണ്ടെത്തുന്നു, അത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും ആരെയും കൈവിടത്തില്ല. പാർട്ടി കൈവിടണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് പാർട്ടിയുടെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വന്നാൽ പാർട്ടി അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കും. പല രീതിയിലുള്ള ശിക്ഷകളുണ്ട്. സാക്ഷാൽ പിണറായി വിജയനെയും വി സച്ചിദാനന്ദനെയും പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ള പാർട്ടി ചെയ്ത് അധികാരമൊന്നുമായിട്ടില്ല, കേവലം 12-13 വർഷമായിട്ടുള്ളൂ. അതാണ് ഈ പാർട്ടിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് പാർട്ടി പിണറായി വിജയനെ കൈയൊഴിഞ്ഞു, ഇനി ഒരു കാരണവശാലും പിണറായി വിജയനെ രക്ഷപ്പെടുത്തത്തില്ല എന്നൊക്കെ പറയുന്നത് ഇവരുടെ സങ്കല്പങ്ങളാണ്. അതൊക്കെ ഈ കോൺഗ്രസിനകത്ത് മുസ്ലിം ലീഗിനകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളെ കൈയൊഴിയാന്ന് പറഞ്ഞാൽ അവർ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് അവർ ആ കൈയൊഴിയപ്പെട്ടവർ വെല്ലുവിളിക്കും. അവർ കേരളത്തിന്റെ മുമ്പിൽ ആ പാർട്ടിയെ വെല്ലുവിളിക്കും. അതാണ് എൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. മറ്റൊരു വെളിപ്പെടുത്തലൂടെ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇവരുടെ പ്രതിപക്ഷനെ കുറിച്ച്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു, ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന DGPക്കെതിരെ ഉള്ള നടപടി കാവ്യ നീതിയാണെന്ന് ഇപ്പോൾ PV അൻവറിന്റെ വെളിപ്പെടുത്തലൂടെ പുറത്തു വന്നിരിക്കുന്നു. PV അൻവറിനെ കൈവിടുന്നില്ല ഇടതുപക്ഷം എന്നുള്ളത് എന്തായാലും ബഹുമാനപ്പെട്ട ചേക്കുട്ടി സാർ എന്തുകൊണ്ട് ഉയർത്തിയില്ല? എന്തുകൊണ്ട് ഷാഫി ചാലി ഉയർത്തിയില്ല? അത് ഉയർത്താത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നേരെ തിരിയും കാരണങ്ങൾ, ഇവരുമായിട്ടുള്ള ആ നെക്സസ്. അല്ലല്ല, അങ്ങനെ പറയാത്തതിന് കാരണം PV അൻവർ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നത് എന്നതിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. ആർക്കും വേണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന വസ്തുതകൾ, അദ്ദേഹത്തിന് മനസ്സിലായി ബോധ്യമായ കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. 24 ഉൾപ്പെടെ ചാനലിന്റെ മുമ്പിൽ അദ്ദേഹം വെളിപ്പെടുത്തി. ആർക്കും വേണ്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ബോധ്യം. ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന് ഇതൊന്നും അല്ലാതൊരു കറക്ഷൻ. കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ MLA അല്ല, അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആണ്. അപ്പോൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി വേണ്ട ഈ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളുണ്ട്. അത് കറക്റ്റ് ചോദ്യം. ആ ചോദ്യം നേരത്തെ ചോദിക്കുന്ന പ്രതീക്ഷ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇടതുപക്ഷം എന്ന് പറയുന്നത്. തിരുത്താനായിട്ടുള്ള ആവശ്യങ്ങൾ പക്ഷത്തുനിന്നും സ്വന്തം പക്ഷത്ത് വന്നാലും അത് തിരുത്തേണ്ടതാണ്, തിരുത്തും. അതാണ് CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ആർക്കും ഇവർക്കുണ്ടോ? ഇവരിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ UDF ഭരിച്ച കാലത്ത് ആരുടെ കൊണ്ടായെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് അന്ന് ഇവർ വിരജ് കൊണ്ടാഞ്ഞത്?
ഇവരെവിടെ വിരൽ ചൂണ്ടി? കാരണം ഇവർ വിരൽ ചൂണ്ടില്ല, തൻ്റെ ഇടയില്ല. വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്തെ മുഖം മൂടി വലിച്ചു താഴെ ഇടേണ്ട വരും കേരളത്തിലെ ജനങ്ങൾക്ക്. ക്ഷമിക്കണം, ഞാൻ സമയപരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പി ശശിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ എന്ത് നടപടി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വരുന്ന മാറ്റമാണോ അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രകടമാകുന്നത് എന്ന് പൊതുവിൽ വിലയിരുത്തലും നിരീക്ഷണങ്ങളും വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തതയും ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.